ഹായ് വ്യൂവേഴ്സ്, ഡോട്ട് സ്വീറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ബാംഗ്ലൂർ നഗരത്തിൻ്റെ ആകർഷണമായിട്ടുള്ള ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡനെ കുറിച്ചുള്ള വിവരണങ്ങളാണ്. ബാംഗ്ലൂർ നഗരത്തിൻ്റെ ഹൃദയ ഭാഗത്ത് ഏകദേശം 240 ഏക്കർ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന വിശാലമായിട്ടുള്ള ഒരു പൂന്തോട്ടമാണ് ലാൽബാഗിലുള്ളത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വൻ വൃക്ഷങ്ങളും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉഷ്ണമേഖല സസ്യങ്ങളുടെയും ഉപ ഉഷ്ണമേഖല സസ്യങ്ങളുടെയും വലിയൊരു ശേഖരണമാണ് ഈ പൂന്തോട്ടത്തിലുള്ളത്. ഇവിടെ വൻ വൃക്ഷങ്ങളൊക്കെ കേടുപാടുകൾ സംഭവിച്ച് വീണ് കഴിയുമ്പോൾ അത് ക്രാഫ്റ്റ് വർക്ക് ചെയ്ത് പല രൂപങ്ങളാക്കി മാറ്റി ഈ പൂന്തോട്ടത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതില് ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് ഹൗസാണ്. പൂന്തോട്ടത്തിന്റെ മധ്യഭാഗത്തായിട്ട് ഈ കാണുന്നത് നിർമ്മിച്ചിരിക്കുന്ന ഗ്ലാസ് ഹൗസാണ് പ്രധാന ആകർഷണം. ലണ്ടനിലെ ക്രിസ്റ്റൽ പാലസിന്റെ മാതൃകയിലുള്ള മനോഹരമായിട്ടുള്ള ഒരു ഗ്ലാസ് ഹൗസ് അല്ലെ ഗ്ലാസ് പാലസ് ആണ് ഇത്. ബാംഗ്ലൂർ നഗരത്തിന്റെ സ്ഥാപകനായ കമ്പഗൌഡ നിർമ്മിച്ച വാച്ച് ടവർ ഇതിന്റെ സമീപ പ്രദേശത്തുള്ള ഒരു പാറക്കെട്ടിന്റെ മുകളിൽ ഉണ്ട്. അത് അതിമനോഹരമായിട്ടുള്ള ഒരു സൃഷ്ടിയാണ് എന്ന് പറയുന്നതിൽ സംശയമില്ല. എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനത്തിലും സ്വാതന്ത്ര്യ ദിനത്തിലും ഇവിടെ പുഷ്പമേള എല്ലാ വർഷവും നടത്തുന്നു. ഏകദേശം 2 ആഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഈ പുഷ്പമേള കാണാനായിട്ട് ദേശത്തുള്ളവരും വിദേശത്തുള്ളവരും ധാരാളം സഞ്ചാരികൾ ഈ ലാൽബാഗിൽ എത്തിച്ചേരാറുണ്ട്. മുമ്പേ കണ്ട ആ ഗ്ലാസ് ഹൗസിന് ഉള്ളില് നമ്മുടെ പാർലമെന്റിന്റെ അതേ രൂപത്തില് അല്ലെ അതേ മോഡലില് പുഷ്പങ്ങൾ കൊണ്ട് ഒരു പാർലമെന്റ് കെട്ടിടം അതിൻ്റെ അകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഈ പൂന്തോട്ടത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് അംബേദ്കറിന്റെ ഫോട്ടോകളും അതുപോലെ തന്നെ പ്രതിമകളും സ്ഥാപിച്ചിട്ടുണ്ട്. ആയിരത്തി 1799 ബ്രിട്ടീഷുകാർ മൈസൂർ രാജ്യത്തിന് കീഴടക്കുന്നതിന് മുമ്പ് വരെ മൈസൂർ രാജാവിന്റെ കീഴിലായിരുന്നു ഈ പൂന്തോട്ടം. യഥാർത്ഥത്തിൽ മൈസൂർ രാജാക്കന്മാരാണ് ഈ പൂന്തോട്ടം നിർമ്മിക്കാൻ പ്രചോദനം ഉണ്ടായത്. അവരാണ് നിർമ്മിച്ചത്. എന്നാൽ 1799 ബ്രിട്ടീഷുകാര് മൈസൂർ രാജ്യം കീഴടക്കിയതിനു ശേഷം മേജർ ഗിൽബർട്ട് വോയുടെ ചുമതലയിലായിരുന്നു ഈ പൂന്തോട്ടം. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് മുമ്പ് നിരവധി ബ്രിട്ടീഷ് സൂപ്രണ്ടുമാരുടെ കീഴിൽ ആയിരുന്നു ഈ പൂന്തോട്ടം അന്ന് ഉണ്ടായിരുന്നത്. എന്നാൽ മൈസൂർ രാജ്യത്തിന് തിരികെ കിട്ടിയതിന് ശേഷം ഈ പൂന്തോട്ടം അന്ന് മുതൽ ഇന്ന് വരെ വളരെ ഭംഗിയോടുകൂടി കാത്തു സൂക്ഷിക്കുന്നു എന്ന് പറയുന്നതിൽ സംശയമില്ല. ഇത് വൻ മരമാണ്. അത് പല രൂപങ്ങൾ ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ പല രൂപങ്ങൾ ചീങ്കണ്ണിയുടെയും സിംഹത്തിൻ്റെയും ഒക്കെ രൂപങ്ങൾ തടിയിൽ കൊത്തുപണി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ണിന് വളരെയധികം ആനന്ദം നൽകുന്ന ഒന്നാണ്. ഈ പുഷ്പമേളയോട് അനുബന്ധിച്ചാണ് ഈ ഗാർഡനിൽ പല ഭാഗത്തിൽ അംബേദ്കറിൻ്റെ ഫോട്ടോ പ്രദർശനം നടത്തിയിരിക്കുന്നത്. ഇതെല്ലാം തടിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന രൂപങ്ങളാണ്. തീർച്ചയായിട്ടും ബാംഗ്ലൂരിൽ എത്തുന്നവർ ഈ പൂന്തോട്ടം സന്ദർശിക്കണം. കുട്ടികളുമായിട്ട് വരുവാണെങ്കിൽ അവർക്ക് പല കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കാനും പല വൃക്ഷങ്ങളെയും ചെടികളെയും സസ്യങ്ങളെയൊക്കെ നേരിട്ട് കണ്ടു മനസ്സിലാക്കാനും ഒക്കെ സാധിക്കും. ഓരോന്നിൻ്റെയും പേരുകൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ പുഷ്പമേളയിൽ വളരെയധികം ചെടികൾ അവർ കൊണ്ട് പല രൂപത്തിൽ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്.